ഗൗരിയുടെ ആത്മാവിനെ ഇനി തളയ്ക്കാൻ സാധിക്കില്ല എന്ന് ഗുരുവമ്മ പറഞ്ഞു അല്ലേ? അതെ, ഇനി ഗൗരിയുടെ ശക്തി കുറയ്ക്കാൻ മാത്രമേ സാധിക്കൂ. അതിന് ഈ ഏലസ് വീടിന്റെ തെക്ക് ഭാഗത്ത് കുഴിച്ചിടാൻ പറഞ്ഞു ഗുരുവമ്മ. സമയം കളയണ്ട നാത്തൂനെ, ഉടനെ തന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ടേക്കാം. അവക്കിപ്പോ ഒടുക്കത്തെ ശക്തിയാ. കുറെ നേരം എന്നെ പൊക്കി നിർത്തിയിട്ട് ഇപ്പൊ താഴെ ഇറക്കിയുള്ളൂ. എനിക്കിനി പറക്കാൻ വയ്യ. നമ്മൾ കരുതും പോലെ അത്ര ഈസിയായി ഇത് കുഴിച്ചിടാനൊന്നും സാധിക്കില്ല. അതെന്താ? ഗൗരിയുടെ ശക്തി കുറയ്ക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൾ ശ്രദ്ധിച്ചിരിക്കുകയാവും. ഏലസ് കുഴിച്ചിടാൻ നമ്മൾ ശ്രമിക്കുന്നത് കണ്ട അവൾ ഉറപ്പായി നമ്മളെ ആക്രമിക്കും. എന്നാ ഇനി ഇന്ന് കുഴിച്ചിടണ്ട നാത്തൂനെ. അതെന്താ? ഒരാക്രമണം കൂടി ഇന്ന് താങ്ങാനുള്ള ശേഷി എനിക്കില്ല. അവൾ എന്നെ താഴെ നിർത്തിയിട്ട് കുറച്ച് സമയമായല്ലേ ഉള്ളൂ. പേടിച്ചൊന്നും ചെയ്യാതിരുന്നാൽ അവൾ കൂടുതൽ കൂടുതൽ ശക്തിയായിക്കൊണ്ടേയിരിക്കും. അത് വലിയ അപകടമാണ്. അതുകൊണ്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഉടനെ തന്നെ നമുക്കിത് കുഴിച്ചിടണം. ഇതുകൊണ്ട് അവളുടെ ശക്തി കുറയോ, അതോ ആ ഗുരുവമ്മ കണ്ണുരുട്ടി നമ്മളെ പറ്റിക്കുന്നതാണോ? സത്യം പറഞ്ഞ ഇതുവരെ അവരെ കൊണ്ട് ഗൗരിയെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയല്ല, ഗുരുവമ്മ ചെയ്തു തന്ന പല ബന്ധനങ്ങളും ആരൊക്കെയോ പൊട്ടിച്ചു കളഞ്ഞ് അറിഞ്ഞോ അറിയാതെയോ ഗൗരിയെ സഹായിച്ചാണ് അവൾ ഇത്രയും ശക്തിയായത്. അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഗൗരിയുടെ ശല്യം ഗുരുവമ്മ അവസാനിപ്പിച്ചേനെ. അതെ, ഇനി അതൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇത് കുഴിച്ചിട്ട് അവളുടെ ശക്തി കുറയ്ക്കണം. എങ്കിൽ അങ്ങനെ ചെയ്യാം. ശക്തി കുറഞ്ഞാലും അവൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല ഉൾഭയമുണ്ട്. വീണ്ടും അവൾക്ക് എങ്ങനെയെങ്കിലും ശക്തി കൂടുന്നതിന് മുമ്പ് അവളെ ഇല്ലാതാക്കാനുള്ള വഴി കണ്ടുപിടിക്കണം. ഹിന്ദി അറിയാവുന്ന ഏതെങ്കിലും ബംഗാളിയെ നോർത്ത് ഇന്ത്യക്കോ നാത്തു പറഞ്ഞ മറ്റേ സ്ഥലത്തേക്കോ അയച്ചിട്ട് കൊള്ളാവുന്ന ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് നമുക്ക് പൂജ നടത്താം. പിന്നെയും മണ്ടത്തരം പറയാതമ്മേ. അങ്ങനെ ആരെയും പറഞ്ഞു വിട്ടാലൊന്നും നല്ല ആളെ കിട്ടില്ല. അതിന് നമ്മൾ തന്നെ പോണം. എന്നാ പോകാം. എനിക്കിവിടെ ഇങ്ങനെ പേടിച്ചു കഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്റെ ടെൻഷൻ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? നിന്റെ മോതിരത്തിന് ശക്തി കുറഞ്ഞെന്ന് പറഞ്ഞാലും നിന്നെ ഗൗരി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, നാത്തൂനെയും ചെയ്യുന്നില്ല. ഉപദ്രവം മുഴുവൻ ഇപ്പൊ എന്റെ നേരെയാ. എന്റെ ദേഹം എന്താ എനിക്ക് ഭ്രാന്ത് വരും. പിന്നെ പിശാചോ പ്രേതോന്നൊന്നും ഞാൻ നോക്കില്ല, കോടിച്ചു കീറും. അവൾ എപ്പോഴെങ്കിലും പൂച്ചയായിട്ടോ പുലിയായിട്ടോ വരുമല്ലോ, ഒപ്പം കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഇതൊക്കെ ഗൗരി കേൾക്കുന്നുണ്ടാവും. അയ്യോ, ഒരാവേശത്തില് പറഞ്ഞു പോയതാ. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാണേ. ഇനി സമയം കളയണ്ട. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചോ. ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് ഈ ഏലസ് കുഴിച്ചിടണം.